ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് സോയ ബോൾ കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് വെള്ളത്തോളം തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് വെള്ളം തിളച്ച വെള്ളമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ 1 കപ്പോളം ഈ സോയ ബോൾ, ചെറിയ തരം സോയ ബോളാണ് ഞാൻ എടുത്തേക്കണത്. ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നണത്. അപ്പോൾ ഈ സോയ ബോൾ 1 കപ്പ് സോയ ബോളുണ്ട്. അപ്പോൾ ഈ സോയ ബോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. സോയ ബോളൊന്ന് തിളച്ചിട്ടുണ്ട്. തിളച്ചെങ്കിൽ ഇത് ശരിക്കും വെന്തിട്ടുണ്ടാവില്ല. അത്യാവശ്യം ഇത് വെന്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി എളുപ്പമാണ്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണത്തോളം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം. ഇത് ഈ ഉപ്പിൽ കിടന്ന ഈ സോയ ബോൾ വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്യണത്. ഇതിപ്പോൾ ഈ സോയ ബോളൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതിപ്പോൾ നല്ല ചൂടാണ്, അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുകയാണ് തണുക്കാൻ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സവോളയെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് പച്ചമുളക്, വേപ്പില, ഇഞ്ചി അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും എടുത്തിട്ടില്ല. പിന്നെ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി എടുക്കാം. ഇത് ഇത്ര എൻ്റെ കയ്യിലുള്ള സാധനം, എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സവോള ഒന്ന് കനം കുറച്ച് എത്രയും നൈസായിട്ട് എനിക്ക് അരിയാൻ പറ്റുമോ അത്രയും നൈസായിട്ട് തിരഞ്ഞെടുക്കണം. തലകയിൽ വെച്ച് അരിയുമ്പോൾ അത്രയ്ക്ക് എനിക്ക് നൈസായിട്ട് കിട്ടില്ല. അതാണ് ഞാനിങ്ങനെ കൈകൊണ്ട് അരിയുന്നത്. വെളുത്തുള്ളി ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഗരം മസാല ആണ് ഇതിനകത്ത് ആവശ്യമുള്ളത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്ര സാധനങ്ങളൂടെ ആവശ്യമുണ്ട്. പിന്നെ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് അതൊന്നും എടുക്കാത്തത് കേട്ടോ. ഞാനിതിലേക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കണേ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കണം.
ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, ഉപ്പ് 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തു. നേരത്തെ കുറച്ച് ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. പെരുംജീരകം ഒരു ചെറിയ ടീസ്പൂൺ, ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല, മുളക് പൊടി 1/2 ടീസ്പൂൺ, എരിവ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ വേണമെങ്കിൽ 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. എനിക്ക് എരിവ് കുറവ് മതി, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണമല്ലോ. അതിലേക്ക് വാങ്ങി വെച്ചേക്കണ ഈ സോയ ബോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ഇതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളം കുറച്ച് ഒരു കപ്പോളം ചൂടുവെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ സോയാബോൾ കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.